سويتيها عندك؟ أوجهها حتى أشوف هي شغلة مضار حمل شنو الإجراء ما أعرف. Excuse me, where is Iraq embassy? Iraq embassy. Oh. So how to go? പുതിയ എപ്പിസോഡിൽ നമ്മളിപ്പോൾ റിയാദിലാണ്. നമ്മൾ ദമാമ് കഴിഞ്ഞ് വീണ്ടും റിയാദിലെത്തി. കാരണം റിയാദിൽ എനിക്ക് വിസ അപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് ഇനി അടുത്ത കൺട്രി, ഇപ്പം കുവൈത്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പോകുന്നത് ഇറാഖും ഇറാനാണ്. അപ്പോൾ ഇറാഖ് വിസക്ക് വേണ്ടി ഇറാഖ് എംബസിയിൽ റിയാദിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ലെറ്ററെല്ലാം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. ഇത് സ്പെഷ്യൽ പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി അവർ സ്പെഷ്യലായിട്ട് പാർക്കിംഗ് തന്നെയാണ്. ഇനി എന്താണെന്ന് അറിയില്ല. വിസൻ്റെ ഫുള്ള് ലെറ്ററിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കൊടുത്ത ലെറ്റർ സാധാരണ ഇറാഖ് ടൂറിസം വിസ കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നിയിട്ട് തരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ലെറ്ററെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആ ലെറ്റർ ഇറാഖിൻ്റെ ഫോറിൻ മിനിസ്ട്രിയിൽ കൊടുത്തയച്ചിട്ട് ആടുന്ന് അവർ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ 5 ദിവസം എടുക്കും. അങ്ങനെ തീരുമാനിച്ചിട്ട് നമുക്ക് വിസ കിട്ടുക. ഓൾറെഡി ഞാൻ ഈ വിസ എടുത്തിട്ടുണ്ടെങ്കിലും ഒമാനിൽ നിന്ന് 9-ാം തീയതിക്ക് അതിന് ഡേറ്റ് തീരും. എംബസിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുന്ന ഓൾറെഡി നമ്മൾ പേപ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഒരു വിസ എടുത്തതാണ്. ഞാൻ ഒമാനിൽ നിന്നൊരു വിസ എടുത്തു. പക്ഷേ എങ്കിലും 9-ാം തീയതിന് മുന്നിൽ എനിക്ക് ഈ ഡിസംബർ 9 വരെ അതിന് വാലിഡിറ്റി ഉള്ളൂ. 9-നുള്ളിൽ എന്തായാലും ഞാൻ എത്തൂല. കാരണം സൗദി കഴിഞ്ഞിട്ട് എനിക്ക് കുവൈത്ത് കഴിഞ്ഞിട്ട് വേണം ഇറാഖിലേക്ക് പോകാൻ. അങ്ങനെ കുറേ ഇവിടുന്ന് ഓരോരോ ലെറ്റർ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ. അങ്ങനെ എനിക്ക് പിന്നെ ഒമാനിൽ നിന്ന് ഇറാഖ് വിസ എടുത്തെന്ന എൻ്റെ ഒരു ഷബാബ്ക്ക് ഉണ്ട്. മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. അവിടുത്തെ പിന്നെ ഒമാനിലുള്ള കോൺസുലേറ്റും കൂടെ സംസാരിക്കാൻ പറയും. കാരണം രണ്ടാമതും ഞാൻ പിന്നെ വെറുതെ ഒമാനിൽ പോയിട്ട് വിസക്ക് വേണ്ടി രണ്ടാമതും തിരിച്ചങ്ങ് പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്താവും എന്നറിയില്ല. കുറേ സമയമായി. ഈ ബൈ റോഡ് ട്രാവൽ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല. ഒന്നാമത് ഈ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇടങ്ങാറുള്ള സംഗതി കേട്ടോ. അത്ര ഈസിയൊന്നുമല്ല. കാണുന്ന ആൾക്കാർ നമ്മളിങ്ങനെ അടിച്ചു ഒളിച്ച് വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഷോ ആക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഷോ ആക്കലല്ല. ട്രാവലിങ് ഫ്ലൈറ്റിൽ പോകുന്നതാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ എങ്കിൽ ബൈ റോഡ് സ്വന്തം വണ്ടിയും കൊണ്ട് ഓവർലാൻഡ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കുറേ വിസക്ക് വേണ്ടി കുറേ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചില എംബസികളിൽ പോയിട്ട് അവർ നമ്മൾ പൈസ കൊടുത്താൽ അവർക്ക് തോന്നണം നമുക്ക് വിസ തരണമെന്ന്. അപ്പോൾ അങ്ങനത്തെ കുറേ കച്ചറ. ഞാനിപ്പോൾ രാവിലെ 8 മണിക്ക് വന്ന് നിൽക്കുന്നതാണ് ഈ ഇറാഖ് എംബസിയിൽ. പക്ഷേ ഭയങ്കര റെസ്പെക്റ്റ് ആട്ടെ. എവിടെ പോയാലും ഒന്നാമത് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ വന്ന് പോകുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ്. അവരിങ്ങനെ ചോദിക്കും ഇതെവിടുന്ന, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്. അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇറാഖിലൊന്നും സ്ത്രീകൾക്കും തീരെ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാടാണ്. ഇറാഖാണെങ്കിലും ഞാനിനി പോകാൻ പോകുന്ന അഫ്ഗാനിസ്ഥാനാണെങ്കിലും താലിബാൻ സംഭവം എല്ലാം ഉള്ള നാടാണ്. അപ്പോൾ അവർ കുറേ ചോദിച്ചു നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണോ പോകുന്നത്. അവർക്ക് വിശ്വാസം വരുന്നില്ല. അങ്ങനെ അവർ വന്നിട്ട് വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് അവർ ഭയങ്കര കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞു. നിങ്ങൾ ഭയങ്കര സംഭവം ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. കാരണം അവർ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനൊരു ലേഡിയെല്ലാം വണ്ടി എടുത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ വിസൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് പേപ്പേഴ്സ് എല്ലാം നമ്മളുള്ളിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ അവർ നമ്മളെ വിളിക്കണം, ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ റിയാദിലുണ്ടല്ലോ എല്ലാ രാജ്യത്തിൻ്റെ എംബസിയുള്ള സ്ഥലമാണ് ഈ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ പോലീസ് ചെക്കിങ് ഭയങ്കരമാണ്. നമുക്ക് എല്ലായിടത്തും പോയിട്ട് പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറ്റിയപ്പോൾ അടുത്തൊരാൾ ഇവിടുത്തെ, അതായത് ഇറാഖ് എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു നിങ്ങളിവിടെ അവരെ ഓഫീസേഴ്സ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അവിടെ വെച്ചോന്നിട്ട് വെച്ചിട്ടാണല്ലേ. എന്താവാന്നറിയില്ല. ഇവിടെ വെയിറ്റ് ചെയ്യാൻ കുറച്ച് സമയം. നമ്മൾ സൗദി ഇൻഷാല്ല ഏകദേശം തീരാനായി. ഇനി ഒരു 1 വീക്ക്. ഇനി ജുബൈലാണ്. ഞാൻ പറഞ്ഞില്ല ദമാമ് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇപ്പം ഞാൻ വിസക്ക് വേണ്ടി മാത്രം ദമാമെന്ന് വീണ്ടും 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് വീണ്ടും റിയാദിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോയിട്ട് വീണ്ടും ജുബൈൽ ഒരാഴ്ച വന്നിട്ട് ജുബൈൽ കഴിഞ്ഞിട്ട് കഫ്ജി വഴി കുവൈത്ത്, അങ്ങനെയാണ് പ്ലാന്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് പാസ്പോർട്ട് ഖത്തറിന്ന് ചെയ്ത് കിട്ടി. അല്ലെങ്കിൽ എനിക്ക് UAE റെസിഡൻറ്റ് വിസ ഉണ്ട്. UAE പോയിട്ടുണ്ടെങ്കിൽ തത്കാലം കൊടുത്താൽ 5-6 ദിവസം എടുക്കും. പിന്നെ അത് വീണ്ടും രണ്ടാമതും ചൊറയല്ലേ. അങ്ങനെ വണ്ടി സൽവ ബോർഡറിൽ വെച്ചിട്ട് ഞാൻ ഖത്തറിൽ പോയിട്ട് നമ്മൾ സെറീൻത്താണ് എനിക്ക് ICFലെ സെറീൻത്താണ് എടുത്തന്നെ പാസ്പോർട്ട്. അങ്ങനെ പക്ഷെ അത് 1 കൊല്ലത്തേക്ക് കിട്ടിയുള്ളൂ. 1 കൊല്ലം തന്നെ വലിയ ഭാഗ്യമാണ് എനിക്ക്. പക്ഷേ അതിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന രാജ്യങ്ങളിലെ വിസയിൽ അടിക്കുമ്പോഴത്തേക്ക് ആ പേജ് ഏകദേശം ഫുള്ളാവും. ഇനിയിപ്പോൾ ഇറാഖ് വിസ കിട്ടിക്കഴിഞ്ഞാൽ അഫ്ഗാൻ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് പിന്നെ കുഴപ്പമില്ല. ഇതും കൂടി കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ ഇവിടുന്ന് കുവൈത്തിലേക്ക് പോകും. സൗദി വിടാൻ കുറച്ച് ദിവസം കൂടി കൊണ്ട് നമ്മൾ ജുബൈലും കൂടി കവർ ചെയ്ത് നേരം നമ്മൾ സൗദി വിട്ടിട്ട് കുവൈത്തിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് സൗദി റിയാദിലുള്ള എംബസി. അതായത് എല്ലാ കൺട്രീൻ്റെയും എംബസി ഉള്ള സ്ഥലം ഇത്. സ്പെയിന് നമ്മൾ ഓൾറെഡി എന്തേനു നമ്മളെ ഇറാഖ് വിസക്ക് പോലെ എംബസിയിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഇത് കൊടുക്കാനുണ്ട്. ഇത് ഉണ്ടാവും ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുരക്ഷ. എനിക്കൊന്ന് ഏറ്റവും ടഫ് US എംബസിയിൽ പോകാനാണ്. US വിസൻ്റെ എംബസിയിൽ പോകുന്നതിലാണ് ഭയങ്കരമായിട്ട് അവർ
കയറ്റി വണ്ടി പാർക്ക് ചെയ്യാൻ വരെ സ്ഥലം തരില്ല. അതേസമയം മറ്റേ സ്ഥലത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ ഇതാണ്ട ഈ എംബസിയിൽ പോകുന്ന ഭാഗത്ത് ഭയങ്കര മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ, കുറേ പൂവും മരവും ഇതെല്ലാം വെച്ചിട്ട്. ഇതാന്ന് തോന്നുന്നു US എംബസി. അല്ല, അത് ചൈന എംബസി, നമ്മൾ തൊട്ട് വയ്ക്കലുള്ള. ഓൾറെഡി നമ്മൾ ചൈന വിസ എടുത്ത് വെച്ചിട്ടുണ്ട് ദുബായിൽ നിന്ന്, അതുകൊണ്ട് പിന്നെ ചൈന എടുക്കേണ്ടിയില്ല. അങ്ങനെ കുറേ വിസകളെല്ലാം സെറ്റായി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയുള്ള പുറത്ത് പോകാൻ ഭയങ്കര പാടാട്ടോ. ഇതെങ്ങനെ എടുത്ത് പുറത്ത് പോകാൻ പഠിച്ചോനെ? റെസിഡൻഷ്യൽ ഏരിയ അൽഫ. അത് ഈ മാപ്പ് എന്താ ഇങ്ങനെ വളഞ്ഞ് കളിക്കുന്നത്? ഇവിടുന്ന് എങ്ങനെ പുറത്ത് പോകും ഞാൻ? ഇവിടുന്ന് അധികം കറങ്ങുന്നുണ്ട പോലീസ് പിടിച്ചാൽ കൊണ്ടുപോകും ചെയ്യും. അൽ കിണ്ടി പ്ലാസ. കിണ്ടി പ്ലാസയാ? അതെന്ത് കിണ്ടിയത്? വൈഫ റെസിഡൻഷ്യൽ. ഓ, ഇത് റോഡ് കഴിഞ്ഞ് പുറത്ത് റോഡിലേക്ക് പോകാനുള്ള സംഭവം. റെസിഡൻഷ്യൽ ഏരിയ ഇതെല്ലാം എന്തോ ആണ്. ഇതെല്ലാം ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ. ഇങ്ങോട്ട് ഇതെല്ലാം ഫുള്ള് അവരെ സ്റ്റാഫുകൾ താമസിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ പണി കിട്ടും. പുറത്ത് പോകണമെങ്കിൽ ഹജർ റെസിഡൻഷ്യൽ ഏരിയ. ഇതല്ല, ഇത് കിർഗിസ്ഥാൻ. റിപ്പബ്ലിക് ഓഫ് കസക്കിസ്ഥാനും കിർഗിസ്ഥാൻ്റെ എംബസി ഉണ്ടോ റൈറ്റ് സൈഡിൽ? ഈ എംബസി കാണുന്നത് എന്ത് മുഞ്ചാലേ. ഒന്നാമത് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും. അത് മാത്രമല്ല, രണ്ട് സൈഡിലും ചെടിയും പൂവെല്ലാം വെച്ച് നല്ല മുഞ്ചിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ത്യൻ എംബസി എവിടെയുള്ളത്? ഇന്ത്യൻ എംബസി കാണുന്നില്ലല്ലോ. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നമുക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അത് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ പോവാം. റിയാദിലെ എംബസിയിലേക്ക് പോകുന്ന വഴി കണ്ട ഇത് രസമല്ലേ കാണാൻ. നമുക്ക് ഇനി നമ്മളെ ഇറാഖ് വിസ അടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതും പാസ്പോർട്ട് കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ ലെറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. You've been sleeping in here for 2 years? Yeah, sleeping here. Do you sometimes stop for a few, like sometimes, a week in yeah, one place? Or sometimes I will make, drive like 1,500 kilometers, Yes. sometimes 330 hours. Yes. Depend on my mood. Okay, so this is, actually I remove the, seat. Yes, yes. The announcement. Actually, you from Britain. So many Britain people came India by caravan. Yeah, that's true. So you know the overlanding. Yeah, I went to buy an Enfield motorcycle from India. Bullet. And ride it, a Bullet. And ride it to, Okay, Saudi so Arabia. he loves our Royal Enfield, made in India Actually, Bullet. it is from UK. You're really crazy. The real- Crazy traveler. They took from British. Yeah, The Royal British. Enfield. I really Originally love your British. Land Rover. I'm a fan of your Land Rover. Oh, Defender. they are cool. They are cool. Okay, so I can, it's also, this is my cupboard. So I'm keeping my all dress inside. This is my small cupboard. I keep it. Oh, this is your name? Peter. Peter from England. He really one reporter Mahindra Thar. He working in the England embassy. Actually, I'm staying inside, sleeping, cooking, everything inside. Wait, Come on, ready? It's Friday night and I won't be long. Gotta do my hair, put my makeup on. It's Friday night and I won't be long. You know? What? No. No. Again the lines. I don't know. After 2 lines, what? I don't know. I don't remember. You can. So this is Atu from Kuwait. Hello. We accidentally met in Riyadh. Any ride or not? I don't know. Up to you. Inshallah. Inshallah. Let's go. And Okay, so nice to meet you, Atu. Nice to So meet റിയാദ് മെട്രോയിൽ വന്നപ്പോൾ സമയത്ത് നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല. ഇവിടെ കുറേ സമയം പോലീസിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ പാർക്കിംഗ് ഫുള്ളായപ്പോൾ അവർ എന്താ പറയുക, വണ്ടി വെച്ചങ്ങ് അടച്ചാണ്. 1.5 മണിക്കൂറായി കറങ്ങുന്നു. എന്താ ചെയ്യുക? അതല്ലേ മെട്രോ. അങ്ങനെ ഇതാ ഞാനും റഹ്മയും ഇവിടെ റിയാദിലുള്ള നമ്മളെ മെട്രോ കാണാൻ വേണ്ടി വന്ന്. അതായത് സൗദി അറേബ്യയിലെ 3ാമത്തെ മെട്രോ 2ാമത്തെ മെട്രോ എത്ര ഇത്? മക്കയിലുണ്ടേ. അത് ബുള്ളറ്റാ? ഓക്കെ. സൗദി അറേബ്യയിലെ ഫസ്റ്റ് പിന്നെ മെട്രോ ആണ് ഈ കാണുന്ന റിയാദ് മെട്രോ. നമ്മൾ സത്യം പറഞ്ഞാൽ വേറൊരു വഴിയിൽ പോയിട്ട് അവസാനം കുടുങ്ങി 2ാമതും കറങ്ങി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഭയങ്കര ആളാണ്. മറ്റേ വേറൊരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ആണെങ്കിൽ ഫുള്ള് ആളായിട്ട് പാർക്കിംഗ് കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ രണ്ടാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയിലെ ഏറ്റവും അവിടെയാ? ഓക്കെ.
അപ്പോൾ സൗദി പണ്ടത്തെ സൗദി അല്ല മക്കളെ, സൗദി അറേബ്യയിലെ ആദ്യത്തെ മെട്രോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയാദിലെ മെട്രോ. അത് ഒപ്പം ഒന്ന് പോയാണ്ട. എന്താണ് Yellow line. Please change here for purple line. സൗദി അറേബ്യയിലെ ഇതിപ്പോൾ ഇംഗ്ലീഷല്ലോ. കിങ് ഫഹദ് ഇത്രയും ഫുള്ള് ടണലിലൂടെ കേട്ടോ ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെട്രോ. ഇത് 178 കിലോമീറ്ററോളം പരന്നു കിടക്കുന്നതാണ് റിയാദ് മെട്രോ. സൗദി അറേബ്യയിലെ ആദ്യത്തെ മെട്രോ സർവീസാണിത്. താങ്ക് യു. ഇങ്ങനെ പറയിപ്പിക്കണം ആൾക്കാരെ കൊണ്ട്. ഈ മെട്രോന്റെ പ്രത്യേകത എന്താ പറയുക, നമ്മൾ കൊച്ചി മെട്രോ തുറന്ന മെട്രോ, പക്ഷെ സൗദി മെട്രോ ഉണ്ടാ ഇവിടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ആർക്കും ട്രാക്കിലേക്ക് പോകാനോ ആരും ഒന്നും ചെയ്യില്ല. അത്രക്കും ഭയങ്കര സേഫ്റ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മെട്രോ കാണുന്നത്. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ലോക്കായിരിക്കും. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഡോർ തുറക്കുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ സൗദിനെ സമ്മതിച്ചിരുന്നു. ഇതിന് ഖത്തറിലും സെയിം സംഭവമാണ്. നമ്മൾ ഫിഫക്ക് പോയ സമയത്തും ഖത്തറിൽ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളെ കൊച്ചി മെട്രോ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ റിയാദ് മെട്രോ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന, ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് റിയാദ് മെട്രോ. സൗദിക്കാർക്ക്, സൗദി സിറ്റിസൺ ഏറ്റവും വലിയ സന്തോഷമാണ് ഇതൊരു റിയാദ് മെട്രോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ റഹ്മാൻ നമ്മൾ പിന്നെയും കണ്ടുകൂട്ടി. നമ്മൾ ഇതിനു മുമ്പ് എഡ്ജ് ഓഫ് ദി വേൾഡ് പോകുമ്പോൾ ഇവിടെ കണ്ടേ. അപ്പോൾ രണ്ടാമത് ഞാനിവിടെ വിസൻ്റെ ആവശ്യത്തിനപ്പോൾ ഞാൻ വിളിച്ച് വെട്ടിയ മുപ്പത്തി. കാരണം റഹ്മ ഇവിടുത്തെ ടീച്ചറാണ്, ഇവിടുത്തെ സൗദി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വിളിച്ചപാട് ഓടി വന്ന്. അവൾക്ക് സ്കൂൾ കഴിഞ്ഞാൽ 3-4 കുട്ടികൾ ട്യൂഷൻ എടുക്കുന്ന പണിയുണ്ടേനും. അതിൽ നിന്ന് എന്നെ കൊണ്ടുപോയി പാവം. പിന്നെ റഹ്മ ഇവിടുത്തെ ഒരു ബ്ലോഗറും കൂടിയാണ്. അധികം ഇവിടുത്തെ ഷോപ്പിലുള്ള മുപ്പത്തി സംഭവം ചെയ്യുന്നുണ്ടേനും. അപ്പോൾ അതെല്ലാം ഇന്ന് എന്നെ കൊണ്ട് മിസ്സായി. നമ്മൾ ഏകദേശം 3 മണിക്കൂർ മെട്രോ തപ്പി നടന്നിട്ട് അങ്ങനെ പോയി. എന്നിട്ട് ഇവിടെ ഞാൻ വണ്ടി കയറ്റി. എന്നിട്ട് എൻ്റെ വണ്ടിയിൽ ഇവിടെ ചോർന്നിരിക്കുന്നതിനെ കുറച്ച് സമയം എഴുതി. എങ്ങനെയുണ്ട് വണ്ടിയിൽ ഇരിക്കാൻ എനിക്ക് പറ്റിയനാ? പാവം ഇവിടെ കാല് ഇവളാകെ 2 ഇഞ്ചിൻ്റെ അത്ര വണ്ണമുള്ള. അതുകൊണ്ട് പിന്നെ ഓക്കെ അങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ റഹ്മാൻ ഇനി ചിലപ്പം ഞാൻ ഇൻഷാ അല്ലാ നമ്മൾ സൗദി ഏകദേശം ഫിനിഷ് ആയില്ലേ. ഇനിയിപ്പം ദമാമ നമ്മൾ നേരെ കുവൈത്ത് പോയാൽ ചിലപ്പോൾ ഞാൻ സൗദി വിടും ഇപ്പം അടുത്ത്. എനിക്ക് കാണുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും താങ്ക് യു. നമുക്ക് ഇനി എപ്പോഴെങ്കിലും വേറെ ഒരു യാത്ര വെച്ച് കാണാം. ബൈ. നമ്മൾ ദമാമെന്ന് പിന്നെ റിയാദിലേക്ക് വന്ന് നമ്മൾ ഇറാഖ് വിസ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ മെട്രോ ട്രെയിനെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ദമാമിൽ പോകുന്ന. ദമാമെന്ന് റിയാദിലേക്ക് 500 കിലോമീറ്റർ ഉണ്ട്. ഇനി ഇന്നലെ ഈ ഉച്ചക്ക് ഇങ്ങോട്ടേക്ക് വിട്ടേ ഏകദേശം മാരിവിനെ ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ തിരിച്ചിതാ പിന്നെയും നമ്മൾ റിയാദിൽ ദമാമിലേക്ക് പോയി. ഏകദേശം 1000 കിലോമീറ്റർ 5 മണിക്കൂർ അങ്ങോട്ടും 5 മണിക്കൂർ ഇങ്ങോട്ടും 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ സൗദി അറേബ്യൻ്റെ ഓരോ മൂലയുണ്ടല്ലോ മെയിൻ സ്ഥലങ്ങൾ തമ്മിൽ ഭയങ്കര ദൂരം. ഇതിപ്പോൾ ദമാമെന്ന് റിയാദ് എത്താൻ 500 കിലോമീറ്റർ. ഇനി റിയാദിൽ നിന്ന് അബഹയിൽ പോകണമെങ്കിൽ 1000 കിലോമീറ്റർ. ഇനി അബഹയിൽ ഈ പറഞ്ഞ പോലെ ജസാനും മറ്റെല്ലാം കവർ ചെയ്തിട്ട് ജിദ്ദയിൽ പോകണമെങ്കിലും അതും ഈ പറഞ്ഞ പോലെ തന്നെ 1000ൻ്റെ മുകളിൽ കിലോമീറ്റർ വരും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സൗദി അറേബ്യ നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഓടി തീർത്തിട്ടോ കാണാനോ പറ്റുന്ന ഒരു സ്ഥലമല്ല. അങ്ങനെ ഓടി ഇതാ സൗദി ഏകദേശം അണക്കൊന്ന് സൗദിയിൽ മാത്രം നമ്മൾ 20,000 കിലോമീറ്റർ ഓടി. എന്താ കഥ അല്ലേ. രണ്ടാമത്തെ സർവീസിൻ്റെ ടൈമായി. കാരണം നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്തത് പിന്നെ ജിദ്ദയിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ 10,000 കിലോമീറ്റർ ആയിട്ടില്ലേനു. അതായത് അങ്ങനെയല്ല, സർവീസിൻ്റെ ടൈം ആയിട്ടാണ് ചെയ്തത്. രണ്ടാമത് സൗദി ഇനി 1/4 ഭാഗം കൂടി ബാക്കിയുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സർവീസിൻ്റെ ടൈമായി. ഞാൻ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് വെള്ളവും ഇതെല്ലാം കുടിച്ച് ഇനി നേരെ വിടണം. അപ്പം സമയം 9 മണിയായി. ഇനിയിപ്പം ഇറാഖ് വിസക്ക് അവർ വിളിക്കുമ്പോൾ പാസ്പോർട്ടും കൊണ്ട് വരണം. ഇറാഖ് വിസ അങ്ങനെ ആർക്കും കിട്ടുന്ന വിസ അല്ല. പക്ഷേ കുറേ എല്ലാം ഒമാനിൽ അറിയുന്ന ഒരാളുള്ളത് കൊണ്ട് മൂപ്പര് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് വിസ സെറ്റാകുന്നത്. ഇനിയിപ്പം എന്താ പറയണ്ടേ, ഇത് കഴിഞ്ഞാൽ ഇറാഖ് വിസ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് കാര്യമായിട്ട് വല്ല വിസ ഇഷ്യൂ ഒന്നുമില്ല. ഈ തജിക്കിസ്ഥാനും കിർഗിസ്ഥാനിലും പിന്നെ എടുക്കാൻ പറ്റും. ഡ്രൈവർ റൈറ്റ് كوفي قهوة عربي. كوفي عربية. لا عربي هوم سوى ماما. هذا ما في عربي، هذا هنا. This is local. عربي هوم سوى ماما. Your mama making Arabic kahwa. مادر Saudi kahwa. I know. Saudi قهوة مادر. Okay. أكل 10 سنوات. What's your name? My name Abdullah Utaybi. And you? Abdullah Utaybi, Fahad Utaybi. Okay. So you're working in police?
ايوه بوليس. You police. You salute. ما في شيء انت. Okay, I know. So this is your Shimaka, I know. This is Hagar. ديزاين سعودي ارابيا. Okay, this is hospitality. Hospitality. والله سعودي أرابيا كويس. الحمد لله. عندي كويس. كله كويس الحمد لله كله كويس. انت منين يجي الحين؟ ها؟ Yeah, you know the Indian Mahindra is right hand. ايوه. يمين. درايف. Saudi Shima. يسار شوف. Left and India يمين. Right. نو برو مو مشكلة. And after Saudi I will go Kuwait, then Iraq, Iran, Afghanistan, I like it. ايوه. بعدين then Tajikistan, Kyrgyzstan, Kazakhstan, China, Nepal, India. So and also I support your Vision 2030. Oh my god, I like it. And your FIFA World Cup, Saudi Arabia. Yeah, like this. Saudi kawa or normal kawa? It's a Saudi kawa. Yes, Saudi kawa. مرحبا. اهلا يا ناجي ويلكم يا هلا والله نورت السعوديه يا مرحبا ومسهلا. Which place do you like in India? I like it Kerala. Kerala, yeah! So Kerala, so this Saudi, Abdullah this is Saudi Arabia. So Abdullah loves our Kerala. Abdullah Utebi loves our Kerala. Kanda one Kerala ഇഷ്ടപ്പെടുന്ന അറബികളെ കണ്ട? Utebi good? Utebi good, Saudi, all Saudi good. Kullu Saudi. Yeah, good. Mia. ഞാൻ ഈ സൗദിയിൽ വന്നിട്ട് ഇഷ്ടം പോലെ ഫുഡ് ഫ്രീ ആയിട്ടാ. ഇപ്പം ഞാൻ ഈ ഒരു കോഫി ഷോപ്പിൽ ചായ കുടിക്കാൻ വന്നേ. അപ്പോൾ ഓന് കർണാടകക്കാരനാ. അപ്പോൾ ഓനാണെങ്കിൽ ഇതാ ഒരു കവറിൽ നിറച്ച് വന്നിട്ട് തന്നെ ഇതായി സൗദി വാങ്ങി തന്ന കോഫിയാണിത്. പിന്നെ എന്തേലും ഇവനെന്തോ കാര്യമായിട്ട് വാങ്ങിന. ഓ ഇവന് ഇവിടെ ഇതാ കുറേ മുറുക്കും അതും ഇതും. ഓ വയ്യ ചേടാ ഇത്രയും സാധനം. അങ്ങനെ ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഓക്കെ. സോ നമ്മൾ അങ്ങനെ ഇതാ ജുബൈലെത്തി. ഇതാണ് റബീന, എൻ്റെ ചങ്കാണ്. യെസ് റബി, നീ കൊച്ചിയിലെവിടെയാ? ഫോട്ടോ വെച്ചില് നമ്മ പോണെയാണ്. അതാണ് ഇവള്. അതാണ് റബി താമസിക്കുന്ന സ്ഥലം ജുബൈല്. ബാക്കിയെല്ലാം പിന്നെ കാണാം. ഞാൻ ആദ്യം പോയിരുന്നു കടന്നുറങ്ങട്ടെ. എൻ്റെ നമുക്ക് എൻ്റെ മോളെ ഇവിടെ പോയാലും മത്തിയാണല്ലോ. താങ്ക് യു. അങ്ങനെ നമ്മൾ ജുബൈയിൽ വന്നിട്ട് രാവിലെ നമുക്കൊരു സ്കൂളിൽ പ്രോഗ്രാമിന് പോകാനുണ്ട്. പോകുന്നതിന് മുന്നേ ഇതാ ചട്ടി നിറച്ച് മത്തിക്കറി ഉണ്ടാക്കി വെച്ചിന് ഇവള്. ഈ മത്തിക്കറിയും കൂട്ടി സ്കൂളിലേക്ക് പോകണ്ട റബ്ബേ, മണക്കൂലേ? അങ്ങനെ പുട്ടും മത്തി ഇനി ആഫ്രിക്കയിൽ പോയി കിട്ടിയാലോ അതൊരു വേറെ തന്നെ ലെവലാണ്. ഇതാ നല്ല കൊഞ്ച. നമുക്കിതിവിടെ സൗദി ജുബൈൽ ഇന്റർനാഷണൽ സ്കൂളിൽ നമുക്കൊരു ക്ഷണമുണ്ട്. അങ്ങനെ ഞാൻ റബിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ സ്കൂളിലേക്ക് പോകണം. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഇന്ന് പൊലച്ച രാവിലെ 6 മണിക്ക് ഇവിടെ എത്തി. ആകെ ഒരു 3 മണിക്കൂർ ഞാൻ ഉറങ്ങിക്കുള്ളൂ. ഈ നട്ടപ്പാതിര തണുപ്പുള്ള ജുബൈൽ പൊലച്ചക്ക് 3 മണിക്ക് കണക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെത്തുമ്പോൾ ശ്രീമതി റബീന ജുബൈൽ. എന്തായാലും ഇന്ന് ഉറങ്ങണ്ട കേട്ടോ. അന്നപൂർണേശ്വരി, ഇത് മറ്റേ റെസ്റ്റോറൻറ്റ് പോലെ 24 hours ഫുഡാ. നമ്മൾ വണ്ടി ഇതാ പാർക്ക് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഉച്ച 12 മണിയായി. പക്ഷെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ അധികം ചൂടൊന്നുമില്ല. ഇതാണ് ജുബൈൽ. ഓരോ സൗദിൻ്റെ ഓരോ പാർട്ടും ഇത് നമുക്ക് ജുബൈൽ നമുക്ക് ശരിക്കും തബൂക്ക് പോലെ തോന്നും. തബൂക്കിൽ നമ്മൾ ഷെബ്രൻ്റെ വീട്ടിൽ നിന്നിട്ടില്ലേ, അപ്പോൾ അത് ഏകദേശം ഇതേ ഒരു സ്ഥലമാണ്. ഗുഡ് മോർണിംഗ് ഫ്രം ജുബൈൽ. അങ്ങനെ നമ്മൾ സൗദി എക്സ്പെഡിഷൻ്റെ, അത് UAE to India കേരള ട്രിപ്പിൻ്റെ 3ാമത്തെ രാജ്യമായ സൗദിയിലാണോ നമ്മൾ 2 മാസത്തിൽ കൂടുതൽ നിന്ന് ഇടാം. നമ്മൾ ഇന്ന് യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 മാസമായി. പഠിച്ചോന് എത്ര വേഗമല്ലേ 3 മാസം പോയത്. അപ്പോൾ ഇതാണ് ജുബൈൽ, നമ്മളെ യാത്രൻ്റെ ഏറ്റവും ലാസ്റ്റ്, സൗദിൻ്റെ ലാസ്റ്റ് പോയിന്റ്. നമ്മൾ പിന്നെ റൂബൽ ഖാദി വഴി വന്ന് റിയാദിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ ട്രിപ്പ്. റിയാദിൽ നിന്ന് അബഹ, ജസാൻ, ജദ്ദ, അവിടെ നിന്ന് ഫുള്ളും നിയോമോ, മുലുജ്, മക്ക, മദീന ഫുള്ള് കവർ ചെയ്ത്, തബൂക്ക്, അല്ലൂൽ എല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ ജോർദാൻ്റെ ബോർഡറും പോയി, തുറ പോയി, പിന്നെ അവിടെ നിന്നെല്ലാം തിരിച്ച് വീണ്ടും ബുറൈദ അങ്ങനെ എല്ലാം കവർ ചെയ്ത് തിരിച്ച് വീണ്ടും റിയാദ് എത്തി. റിയാദ് നമ്മൾ ദമാമ, അല്ലസ പോയി. ദമാമെന്നാണ് ഞാൻ ഈ ജുബൈൽ പിടിച്ചത്. കാരണം നോർത്ത് വെസ്റ്റ് അവിടെ നോർത്ത് ഈസ്റ്റ് സൗത്ത് അതാണ് ഫുള്ളായിട്ട് റൗണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്ത്.
ഇനി ഈ ലാസ്റ്റ് പോയിന്റ് ജുബൈലാണ്. ജുബൈലിൽ നിന്ന് കഫ്ജി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുവൈത്താണ്. അപ്പോൾ നമ്മളെ 4ാമത്തെ രാജ്യം കുവൈത്താണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, കുറേ ആയി ഈ സൗദി തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. സൗദി ഡ്രൈവിംഗ് ഉണ്ടല്ലോ ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇല്ല അത്. ഒന്നാമത് മലയാളികൾ, നമ്മളിപ്പോൾ എവിടെ പോയാലും മലയാളികളെ ഒരു ഹെൽപ്പ് നമുക്ക് നല്ലോണം കിട്ടും. അത് ഇവിടുന്ന് ഞാൻ നല്ലോണം അറിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇതാ ജുബൈലിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ മലയാളികളും ഇന്ത്യൻസ് ഉണ്ടെന്ന് കുറേ ആൾക്കാരുടെ മെസ്സേജ് എനിക്ക് ഇന്നായിട്ട് കുറേ ഇൻസ്റ്റഗ്രാമിലെല്ലാം ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു വീട്ടിൽ പോയി ഫുഡ് കഴിക്കാനും കാണാനും മീറ്റ് ചെയ്യാനും എല്ലാം. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് പോകണം. ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം എത്തും. അപ്പം നമ്മളിതാ സ്കൂളിലേക്ക് കയറാൻ പോകുന്നു കേട്ടോ. നമ്മൾ ജുബൈൽ ഇതാ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ സ്ഥലങ്ങൾ ജുബൈൽ കുറേ ദിവസം കവർ ചെയ്തിട്ട് ജുബൈൽ നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. കാരണം സൗദി ഓൾമോസ്റ്റ് തീരാനായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം സൗദി എനിക്കൊന്നത് 70 ദിവസമായി, 2.5 മാസമായി സൗദി കവർ ചെയ്യുന്നു. അപ്പോൾ സൗദിയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എനിക്ക് ഇനി വേറെ രാജ്യത്ത് കിട്ടുമെന്ന് അറിയില്ല. ഇനി നമുക്ക് 15 രാജ്യങ്ങൾ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കഥ. നമ്മളിപ്പോൾ സ്കൂളിൽ നേരെ ഞാൻ വീണ്ടും റബീനാൻ്റെ വീട്ടിൽ വന്ന് ഞാൻ തീരെ ഉറങ്ങിക്കില്ല. കാരണം ഇന്ന് രാവിലെ 6 മണിക്കാണ് ബഹ്റൈൻ ഇവിടെ, ഇന്ന് രാവിലെ 6 മണിക്കാണ് നമ്മൾ റിയാദിൽ നിന്ന് ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ ഉറക്കാകെ 2 മണിക്കൂർ ഉറങ്ങിക്കുള്ളൂ. നാളെ പോയിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങണം. നമ്മൾ അടുത്ത ഇവിടുത്തെ പരിപാടി ജുബൈലത്തെ പരിപാടി നാളെ മുതൽ നമുക്കെല്ലായിടത്തും പോവാം. ഇന്നിപ്പോൾ എന്തായാലും കഴിയില്ല. കാരണം ഞാൻ അങ്ങനെ ടയർഡായി, ഉറക്കം ഒന്നാമതില്ല. അപ്പോൾ ഉറങ്ങി തീർത്തിട്ട് നമുക്ക് പിന്നെ ജുബൈലെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാം. ഈ കുട്ടികള് കല്ലുകൊണ്ട് നമ്മളെ വണ്ടിയിൽ അറിയാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ എങ്ങനെ അതുകൊണ്ട് പറയാം, ഡോണ്ട് ത്രോ നോ അറബി, വെയിറ്റ് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന്. അപ്പോൾ ജുബൈൽ കുറേ സൗദി കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കല്ലെറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ട് നോക്കി. അവസാനം ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ലാ തെർമി ഹജർ. സോ ലാ തെർമി ഹജർ. ഓക്കെ ഷുവേ അല്ല നല്ലോണം നോക്കരുത്. എങ്ങനെ അറബി പറയാം? യൂട്യൂബർ. താങ്ക് യു കോയ്സ് അല്ല ശുക്രൻ. ഓക്കെ മോണി അറബി മുഖ്യം ബിഗിലേ. മക്കളെ നമ്മളെ വണ്ടി കണ്ടിട്ട് അറബികൾ പോലും തട്ടിപ്പോയി. Do you like this one? I think he know everything about this car. You know everything. You know everything. You know everything about this car. Nepal, China. No, I'm asking the car, the Jeep. You know everything. This is the Indian Jeep, Mahindra. Indian Jeep. My Mahindra. Indian friends Yeah, okay. tell me about this car because I have Wrangler. Okay. They tell me they have in India Mahindra same I know. Wrangler. But Wrangler, that's yeah, all. this my car. Okay. FJ? No, Wrangler. Wrangler, red one. Not red one, grey one. Okay, Dark but this grey. is manual. This manual. Yeah, Oh. you can check here. I know many Arab people like manual Jeep because you always using Right. the vintage cars have manual gear. So I can show you. This one. Yeah. This is manual. We had 2 gears. One for 4-wheel drive and second one is for drive. Drive. So people of Saudi Arabia really wonder about our Mahindra Thar. They are checking this similarity of Jeep Wrangler. Is it 12 Pro Max? Oh, extra. Okay, mashallah. Thank you. I will put inside the car. So how much we can meet tomorrow? ജുബൈലിൽ നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ നമ്മൾ വണ്ടി സർവീസ് ചെയ്യാനാണ്. ലാസ്റ്റ് നമ്മൾ സർവീസ് ചെയ്ത ജിദ്ദേന്നാണ്. അത് കഴിഞ്ഞിട്ട് 10,000 കിലോമീറ്റർ എത്താനായി. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും 10,000 കിലോമീറ്റർ അടുക്കുന്ന സമയത്താണ് ഇത് സർവീസ് ചെയ്യൽ. ഓയിൽ ചേഞ്ചിങ്, അതുപോലെ തന്നെ ഇപ്രാവശ്യം ഫിൽറ്റേഴ്സ് മാറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റണം. കാരണം ഈ വണ്ടി എടുത്തിട്ട് 40ൻ്റെ അടുത്ത് എത്താനായി കിലോമീറ്റേഴ്സ്. ഇതുവരെ നമ്മൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ആക്കിയിട്ടില്ല. ബ്രേക്ക് പാഡ് ചേഞ്ച് ആക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ജുബൈലുള്ള ഒരു ഗാരേജിൽ പോകണം. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ഗാരേജ് ഉള്ളത്. ഇതുണ്ടോ ജുബൈൽ ഫുള്ളും ഓട്ടോ ഗാരേജ് എല്ലാം അടുത്തടുത്തുണ്ടോ. ഇതന്നല്ലേ നമ്മൾ ഗാരേജിലെത്തി. അപ്പോൾ നമ്മൾ കുറച്ച് വർക്കുകൾ ഇവരിപ്പോൾ തുടങ്ങി. ഇവിടെ കുറേ യമനികളുണ്ട്. അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളെ വണ്ടി കണ്ട് നെട്ടിപ്പോയി.
എവിടെ വെക്കണ്ടേ നാസിക? ഇവിടെയാ? ഓക്കെ. നാസിർക്ക് നാട്ടിലെവിടെയാ? കൊല്ലം ചവറയിൽ. ഓക്കെ, ഇത് നാസിർ ഖാന്റെ ജുബൈലുള്ള ഗാരേജിൽ നമ്മളുള്ള. അപ്പൊ വണ്ടി നിങ്ങൾ ഓപ്പറേഷന് കേട്ടിട്ടുണ്ട്, ഡോക്ടറാണ്, ശരിക്കും നല്ലോണം നോക്കണം. ഓക്കെ. അപ്പൊ അതായത് നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്തത് ജിദ്ദേന്ന് ചെയ്യുമ്പോൾ 10,000 കിലോമീറ്റർ, അതായത് 38,000 ആയത്, 28,000 ആയത്, ഇപ്പൊ 38ന്റെ അടുത്തെത്തി. അപ്പൊ ഓരോ 10,000 കിലോമീറ്റർ പോകുമ്പോൾ ഞാൻ വണ്ടി സർവീസ് ചെയ്യും. മെയിനായിട്ട് ഇതിന്റെ പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നമുക്ക് വലിയ അടങ്ങാറില്ല, കാരണം 10,000 കിലോമീറ്റർ അതിന്റെ ഓയിൽ ചേഞ്ചിങ് വേണ്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഇതിന്റെ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യണം. ഇതാ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ വീൽ അലൈൻമെന്റ് ചെയ്യാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്ലച്ച്, അതുപോലെ തന്നെ ഗിയർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം അപ്പൊ ഇതാ ജാക്കി വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. പോളിഷ് ചെയ്താൽ മതി. അല്ല ഇതെടുത്തു മറ്റേ ഒരു കട്ട പോലത്തെ സാധനം ഇല്ല, അത് നോക്കിയാലേ തിരിയുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ മൂപ്പര് പറയുന്ന വെച്ചാല് ബ്രേക്ക് പാഡ് ഇനി ഒരു 15 വരെ ഓടും, പക്ഷെ ഇതൊന്ന് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റെഡി ആവുന്ന പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്കിന് കുറവൊന്നുമില്ല, പാഡ് തീർന്നിട്ടില്ല, തേനിട്ടില്ല. ഓക്കെ, മൂപ്പര് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഇവിടം വരെ ഈ സിഗ്നൽ കാരണം ഇതിന്റെ സിഗ്നൽ, ഓക്കെ, ഈ സിഗ്നൽ വരെ ഇത് ഓടുന്നത്. സിഗ്നൽ ഇത് ബ്രേക്ക് പീഡ് തീരുമ്പോൾ ഇതിനകത്ത് ഓപ്പനകത്ത് കയറുമ്പോൾ സൗണ്ട് വരും. ഇത് ബ്രേക്ക് ഈ പ്രേഡ് ഉണ്ട്, ഇപ്പൊ ഉണ്ട് ഓൾറെഡി. ഇതിനകത്ത് ഓടാൻ കിടക്കുക, ഇനി ഓടാൻ കിടക്കുക. ഒരു 80% ഇതുണ്ട്. 20% തീർന്നിട്ടുള്ളൂ. ഇത് ഒന്ന് പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാൽ ഓടിക്കുമ്പോൾ വൈബ്രേഷൻ എല്ലാം മാറും. All these countries. How's this car? How's the jeep? മൂപ്പർ തലേ കൈ വെച്ചു, ഈ വണ്ടിയും കൊണ്ട് ഒറ്റയ്ക്ക് എത്ര സ്ഥലത്താ പോയെന്ന് ഓർത്ത്. You can't drive. Why? Yeah, I have kitchen, bed, everything is. This is my home. And this is my tent, my awning. മൂപ്പര് വന്ന് തലേ കൈ വെച്ചു, ഇതെന്തോ ഒറ്റക്കാണോ ഒരാൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ബ്രേക്ക് പാഡ് ഉണ്ടല്ലോ, ആ സാധനം ഇത് ഡിസ്കല്ലേ, ബ്രേക്ക് ഡിസ്കല്ലേ ഇത്? ഡിസ്കല്ലേ? ഡിസ്ക് നമ്മൾ പോളിഷ് ചെയ്യാൻ പോകുന്നത്. കാരണം പാഡ് ഇനി കുറച്ചും കൂടി 25,000 കൂടി ഉപയോഗിക്കാമെന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ വന്ന്. അപ്പം നാസിം ഉണ്ട് ഇടാം. മൂപ്പര് ഈ പണി വേഗം നാട്ടിൽ നിന്ന് മേടിച്ചു, ഇവിടുന്ന് മേടിച്ചാൽ ആടുന്ന് മേടിച്ചു. ഇവിടെ ഏറ്റവും സ്കോപ്പുള്ള പണി കേട്ടോ ഇത്. കുറച്ചും കൂടി കയറി എനിക്ക് സ്വന്തമായിട്ടെല്ലാം റെഡിയാക്കാൻ പറ്റും. അപ്പം നാസിമാണ് ഇത് കൊല്ലത്തുള്ള. അപ്പോൾ ഓനാന്ന് ഇപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി എൻ്റെ പേര് വന്ന്. നമ്മൾ ഡിസ്കിടാ പോളിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെയുള്ള ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇതാണ് പോളിഷ്. എൻ്റെ മക്കളെ ഇവിടെ ജുബൈൽ ഒടുക്കത്തെ തണുപ്പ്, ഞാനെല്ലാം വിറച്ച് പണിയായിന്. റബ്ബേ, ശരിക്കും നമ്മൾ ലഡാക്കിലായിട്ട് പോയ അവസ്ഥ. കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഞാൻ ഉണ്ടായത്, മറ്റേ നമ്മൾ ഭൂട്ടാൻ ട്രിപ്പ് പോയാലോ, ഞാൻ കാശ്മീരിലുണ്ടായത്. കാശ്മീരിൽ -1 ആയ സമയത്ത് തണുത്ത് വിറച്ചിന്. ഇതിപ്പം ദമാമിലൊന്നും വലിയ സീനല്ല, ദമാമും റിയാദൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ജുബൈൽ സഹിക്കാൻ പറ്റുന്നില്ല. 11 നേരത്തെ അതിന്. എനിക്ക് തണുക്കുന്നില്ല. ഓരോ നോർമൽ ഷർട്ട് മാത്രം എടുത്തിട്ട് ഞാനെല്ലാം വിറച്ച് കട്ടിയായി. നമ്മൾ രണ്ടാമൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇതിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ വന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട്. എന്താ സമാധാനം, ഒരു ദിവസം ഇവിടെ തന്നെ നിൽക്കാന്നിരിക്കുന്നു. പുറത്തെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ജുബൈൽ. ഇനി ബാക്കിലുള്ള ബ്രേക്ക് ഷൂ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പൊ നമ്മളിപ്പോ ഉള്ള സൗദിയിലാണ്, സൗദി ജുബൈൽ. ഇതാണ് നാസിർക്ക കൊല്ലത്തല്ലേ? കൊല്ലം. മൂപ്പരാണ് നമ്മളെ വണ്ടിന്റെ ഫുൾ സർവീസ് ചെയ്തന്നെ. അപ്പോൾ പിന്നെ ഫിൽറ്റേഴ്സ് എല്ലാം മാറ്റി തന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഈ ട്രിപ്പ് ഫുള്ളും തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഖത്തറാണെങ്കിലും, അതുപോലെ തന്നെ UAE ആണെങ്കിലും, ഒമാൻ ആണെങ്കിലും, അതുപോലെ തന്നെ സൗദി ആണെങ്കിലും എല്ലായിടത്തും നമുക്ക് മലയാളികളെ കുറേ കിട്ടും. അപ്പോൾ മൂപ്പരെ കിട്ടിയോണ്ട് തന്നെ എനിക്ക് ഈ സർവീസ് കുറച്ച് എളുപ്പമായി. പിന്നെ എന്താ വേറെന്താ പറയാനുള്ളത്? ഓക്കെ. മൂപ്പരോട് എത്ര കൊല്ലായി നാസിർക്കട? 29 കൊല്ലായി മൊത്തത്തിലൂടെ. ഓക്കെ, 29 കൊല്ലായി. 29 കൊല്ലം. ഓക്കെ. ഇപ്പൊ ഏത് വണ്ടി വേണമെന്നാലും നിങ്ങൾ പണിയെടുക്കല്ലേ? പിന്നെ എന്നെ പോലെ ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഇങ്ങനെ മലയാളികൾ ഉണ്ടാവാൻ ഭയങ്കര ഹെൽപ്പാട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിന്റെ ഫുൾ സർവീസ് ചെയ്ത്
ഇപ്പോൾ 42 കിലോമീറ്റർ സർവീസ് ഇപ്പോൾ ചെയ്തത്. അല്ലമൽ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കുവൈത്ത് കഴിഞ്ഞ് ഇറാഖ് എത്തും. അപ്പോൾ അടുത്ത സർവീസ് ഇൻഷാല്ലാ ഇറാഖിൽ നിന്ന് ചെയ്യാൻ പറ്റാൻ. കുവൈത്ത് അങ്ങനെ കാര്യമായിട്ട് ഡ്രൈവ് ചെയ്യാനോ കാണാനോ ഇല്ലാത്തതുകൊണ്ട് കുവൈത്ത് ഒരു 2000 കിലോ 1000 ഉള്ളിൽ മതിയായിരിക്കും അല്ലേ? അത്രേ വേണ്ടു. അവിടെ കാര്യമായിട്ടൊന്നും പോകാനും. സൗദി ഞാൻ 25 കിലോമീറ്റർ ഓടി. സൗദി ഓടിച്ച് തീരുന്നില്ല. ജുബൈൽ ഫുള്ള് സൗദി. ഇതിപ്പോ ലാസ്റ്റ് പോകാനോ സൗദി. അപ്പൊ നമ്മൾ സർവീസും കൂടി കഴിഞ്ഞ് നമ്മൾ ഇൻഷാല്ലാ ജുബൈലിൽ നിന്ന് നേരെ കുവൈത്തിലേക്ക് പോകാൻ പോകണം നമ്മളെ അടുത്ത കൺട്രി. അപ്പോൾ പിന്നെ സർവീസ് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് സമാധാനം. ഇനി ഓയിലിന്റെ ചേഞ്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ജുബൈൽ നല്ല തണുപ്പ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ രാത്രി ഒന്നും ഇവിടെ വരാനേ പറ്റൂല. ഇത് ഫുള്ള് ജുബൈലൊരു ഇൻഡസ്ട്രിയൽ ഏരിയ. ഫുള്ള് ഇവിടെ ഗാരേജ് ആയിരിക്കും. ഗൾഫിൽ പ്രത്യേകം എന്താ അറിയാമോ, ഇപ്പോൾ ഒരു ജ്യൂസിൻ്റെ ഷോപ്പാണെങ്കിൽ അവിടെ ഫുള്ള് ജ്യൂസിൻ്റെ ഷോപ്പായിരിക്കും. ഇപ്പോൾ ഒരു ഗാരേജ് ആണെങ്കിൽ ഫുള്ള് ഗാരേജ് ഉണ്ട്. ഇത് ഈ ഭാഗത്ത് ഫുള്ള് ഗാരേജാണ്. നമ്മൾ അബുദാബിയിലെ മുസഫ പോലെ തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഗാരേജിൻ്റെ പേര് അൽ അമാൽ എന്നാണ്. ഇത് നമ്മളെ നാസർ ഖാൻ്റെ ഗാരേജ് ആട്ടോ. 29 കൊല്ലമായി ഇവിടെ ഈ ഗാരേജ് സ്വന്തമാക്കിയിട്ട്. അപ്പോൾ മൂപ്പരീൻ്റെ ഓണറാണ്. അപ്പോൾ അവസാനം നമ്മൾ പണിയെല്ലാം തീർത്തേനി നമുക്ക് വീൽ അലൈൻമെൻറ്റും ചെയ്തിട്ട് ഓയിലും കൂടി ചേഞ്ച് ചെയ്ത് നമ്മൾ പണി കഴിയും. നമ്മൾ വന്ന ഈ ഗാരേജില്ലേ, ഗാരേജിൻ്റെ ഓണർ നാസിർക്ക കൊല്ലത്താണ്. മൂപ്പര് പറഞ്ഞ് എന്തായാലും വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെ ഭാര്യനെ വിളിച്ച് നല്ല പത്തിരിയും കോഴിക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാണെങ്കിൽ ഓൾറെഡി വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം മൂപ്പര് അങ്ങനെ വിളിച്ചല്ല. അപ്പം പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞ് മൂപ്പര് ഇതാ ഗാരേജ് ഓൾറെഡി പൂട്ടി, അപ്പോൾ പോകാൻ പറഞ്ഞു. അപ്പോൾ നാളെ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ മൂപ്പരെ വണ്ടിൻ്റെ ബാക്കിൽ പോകാൻ പറഞ്ഞു. ശരിക്കും എനിക്ക് സങ്കടമാണ് കേട്ടോ. കാരണം ഈ ഒരു ഗൾഫ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുവൈത്തും കൂടി ഉണ്ട്. സൗദി ഇപ്പോൾ നമ്മൾ 3-4 ദിവസം കൊണ്ട് ഇറങ്ങും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഒന്നാമത് നമ്മളെ മലയാളികൾ കാണാൻ പറ്റില്ല. കാരണം എൻ്റെ ഈ യാത്രയിൽ എനിക്ക് അത്രക്കും ഹെൽപ്പ് കിട്ടിയ മലയാളീസിൻ്റെ അടുത്താണ്. ഗാരേജ് ആണെങ്കിലും വീടാണെങ്കിലും ഫുഡാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ കുറേ ലോക്കൽസ്, കുറേ സൗദികൾ വേറെ ഉണ്ടേനും, ഒമാനികൾ വേറെ ഉണ്ടേനും, എമിറാത്തികൾ ഉണ്ടേനും. പക്ഷേ നമ്മളെ നാട്ടുകാരെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോയാലും സ്വന്തം വീട്ടിൽ പോകുന്ന ഒരു പ്രതീതിയല്ലേ. അപ്പം മൂപ്പര് പോകാൻ പറയും. ഓക്കെ ഞാൻ വരാം. അപ്പൊ ഇതാണ് നമ്മളെ നാസർക്കാന്റെ വീട്ടിൽ പോയി. ഞാൻ വരാം. അടുത്ത് ഫസ്റ്റ് എണ്ണ അടിക്കണം. ഓക്കെ. അങ്ങനെ നമ്മളിതാ നാസിർഖാന്റെ വീട്ടിൽ വന്നപ്പോൾ മൂപ്പരെ വൈഫ് പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചപ്പാത്തി ഉണ്ടാക്കി. ഇത്രയും സാധനങ്ങൾ എവിടെ പോയി? കുറേ സാധനം ഒന്നും വേണ്ടേ? ഞാനാക്കി കുറച്ച് ഇതാ മൂപ്പത്തി ഇവിടെ ചായ വെച്ചിട്ടുണ്ട്. ചായ മധുരം കുറച്ചോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാനുണ്ട്. ഇപ്പൊ അവിടെ പോകുന്നതിന് ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്. ഇതല്ലേ നമ്മളെ കറി. അടിപൊളി കറിയാണല്ലോ. അല്ലോ എത്രയാ കറി റബ്ബേ. അപ്പൊ എന്തായാലും മുപ്പത്തിന്റെ പത്തിരി നമുക്ക് തിന്നാം. ഇനി തിന്നിട്ടില്ലെങ്കിൽ സങ്കടമാണ്. ഇതുണ്ട് തേങ്ങപ്പാല്. നിങ്ങൾ തേങ്ങപ്പാല് തിന്നാനേ. ഇത് ലക്ഷദ്വീപിലൊരു അപ്പ ഉണ്ട് കെലാഞ്ചി. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്ന്. അവരിങ്ങനെ തേങ്ങപ്പാല് വെച്ചിട്ട് അറിയാം പഴം കൂടി തിന്നുന്നേ. അതന്നെ അതന്നെ. ഇതൊന്ന് തുറക്കടാ. അത് മൈസൂർ പഴാണോ അല്ല അത് ചെറിയ പഴം തോന്നല്ലേ. തൽക്കാലം ഇത് കൂട്ടി തിന്നു നോക്കാം നമുക്ക്. നിങ്ങളെ പേര് ഷീജല്ലേ? അപ്പൊ ഇത് ഷീജത്താണ് കൊല്ലത്തുള്ള മൂപ്പത്തി. ഇതാ ഞാൻ ശരിക്കും പറയാണ്ട് നാസിർ ഖാന്റെ ഗാരേജിൽ പോയതാ വണ്ടിയെല്ലാം ചെയ്താക്കാണ്. മൂപ്പരെ വിളിച്ചു പറഞ്ഞിട്ട് ഇതാ കുറേ കറിയും തേങ്ങപ്പാലും. ഇത് കാണുമ്പോൾ ശരിക്കും നമ്മൾ ലക്ഷദ്വീപിലെ കെലാഞ്ചി. നിങ്ങൾക്ക് ലക്ഷദ്വീപിലെ ഫുഡ് അറിയാം. അവിടെ ഒരു കെലാഞ്ചി ഉണ്ട്. അതായത് ഇതുപോലെ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇതുപോലെ പത്തിരല്ല ചുടാന്. അവര് ഓടില്ലേ, നമ്മൾ ഉരുളി ലൂസായിട്ട് തേങ്ങ അരി അരച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നൂല് പോയിട്ട് സാധനം ഉണ്ടാക്കി എടുക്കും. അത് ഇതിലത്തെ മുക്കിയിട്ട് പഴം കൂട്ടി പഞ്ചസാര ഭയങ്കര ടേസ്റ്റാ. രസമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇത്രയും വേണ്ടേ. മുപ്പര് ഇതാ കുറേ പത്തിരി വാരിയിട്ടുണ്ട്. ഇതിൽ തിന്നൊക്കെ മുതലാവുള്ളൂ. ഞാൻ തിന്നാത്തോണ്ട് പ്രശ്നമായതാ. നമ്മളങ്ങനെ എലമെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ജുബൈലിലെ സർവീസിൽ വന്നിട്ടാ. ഇവിടെ നിന്നാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ജിദ്ദയിൽ ചെയ്തത് ടൊയോട്ടൻ്റെ ഓയിലാണ്. ഇപ്പം നമ്മൾ ഏത് ഓയിൽ ഉപയോഗിക്കുന്നത്? ടൊയോട്ടൻ്റെ ആ 500 ഞാൻ പറഞ്ഞ ഗ്രേഡ് തന്നെയല്ലേ? ഓക്കെ. പിന്നെ പെട്രോൾ ആയതുകൊണ്ടൊരു സമാധാനമുണ്ട്. 10,000 എത്തുമ്പോൾ നോക്കണ്ടു. ഡീസലാകുമ്പോൾ 5 ചേഞ്ച് ചെയ്യണ്ടേ. സിന്തറ്റിക് ഓയിൽ ഫോർ ദ ഓയിൽ
അങ്ങനെ ഇതാ നമ്മൾ ജുബൈലിലുള്ള ദിവസം ഇതാ ഇവിടെ ശരിക്കും കാശ്മീർ പോയ അവസ്ഥയാണ്. ജുബൈലിൽ വെച്ച് തണുപ്പ് എന്നെല്ലാം പറയാൻ സഹിക്കാൻ പറ്റുള്ളൊരു തണുപ്പ്. ഞാൻ നമ്മളെ റബിൻ്റെ വീട്ടിലുള്ള അപ്പോൾ രാവിലത്തെ നല്ല ചൂടുള്ള ഉപ്മാവ് ഉണ്ടാക്കി. പിന്നെ ഇതാ പായം. ഇതെന്താണ് ചെയ്തത്? പയം പൊങ്ങിയതല്ലേ? ചായ. ഓഹോ ഈടാന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം ഇന്നലെ മെന്നാന്നത്രയും -1 ആയത്. -1 അല്ലെങ്കിൽ 1 ഇവിടെ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ തണുപ്പത്. ഇനിയിപ്പം നമ്മൾ പോകാൻ പോകുന്ന ഈ കുവൈത്ത് ഇറാഖെല്ലാം പഠിച്ചോനെ വിൻ്റർ തുടങ്ങി. ഒന്നാമത് ഡിസംബർ ആയില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഈ പിന്നെ സൗദി അറേബ്യയിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഖത്തറിലെയോ അല്ലെങ്കിൽ ഒമാനത്തെയോ ദുബായിയോ ഒന്നുമല്ല, അബുദാബി ഒന്നുമല്ല. ഇത് വെച്ച് നോക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അപ്പോൾ ഇവിടുത്തെ പണികളെല്ലാം തീർത്തിട്ട് നല്ലോണം ഇവിടുന്ന് മൂവാണ്. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഉപ്മാവ് ഇപ്പോൾ കുറേ ദിവസം തിന്നാട്ടെ. അപ്പോൾ ഉപ്മാവ് കിട്ടി നമുക്ക് ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ സൗദി എന്ന് പറയുന്ന രാജ്യം വിടുന്ന സമയത്ത് മനസ്സ് തട്ടിയിട്ട് പറയണം, എനിക്ക് ശരിക്കും ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞാൻ UAE-യും ഒമാനും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഖത്തറിന്ന് ഫിഫ കഴിഞ്ഞിട്ട് വരുന്നേരം എനിക്കൊരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടായി. അതേ സെയിം ഫീലാണ് ഇപ്പോൾ സൗദിയിൽ നിന്ന് പോകുമ്പോൾ. കാരണം ഈ യാത്രയിൽ എനിക്കും ഓൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയത് ഒന്ന് ഖത്തറിൽ നിന്നും ഒന്ന് സൗദിയിൽ നിന്നാണ്. അപ്പോൾ ഈ GCC കൺട്രിയിൽ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഇങ്ങനെ ഈ ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്യുമ്പോൾ ഈ 2 രാജ്യത്തിലും പിന്നെ എന്താ പറയണ്ടേ സിറ്റീസ് ഉണ്ട്, ലോക്കൽസ് ഉണ്ടല്ലോ. ഇറാഖ്, ഇറാൻ, കുവൈത്ത്, അങ്ങനെ കുറേ. കുവൈത്തും കൂടി കഴിഞ്ഞാൽ പിന്നെ GCC ഇല്ല, മലയാളികളില്ല, ആരുമില്ല. പക്ഷേ സൗദി എന്ന് പറഞ്ഞ ഈ ഒരു വലിയ രാജ്യത്തിനോട് എപ്പോഴും ഭയങ്കര കടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഞാനും ഓളും നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇത്രയും സ്നേഹം കിട്ടിയ വേറൊരു രാജ്യമില്ല. അപ്പോൾ നമ്മൾ ഈ സൗദി വിടാൻ പോകുന്നതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് 100 ദിവസമായി നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട്. അതിൽ 3 മാസമായി സൗദിയിൽ ഡ്രൈവ് ചെയ്യുന്നു. ഇതിലപ്പുറം എന്ത് സന്തോഷമാണ് കിട്ടാനില്ലെന്ന് അറിഞ്ഞുകൂടാ. കാരണം സൗദിയിൽ നാഷണൽ ഡേൻ്റെ അന്ന് ഞാൻ ഇവിടെ വന്നത് സെപ്റ്റംബർ 23-ന്. അപ്പോൾ നാളെ 22 ആവും. അപ്പോൾ ഇത്രയും ഈ 3 മാസം സൗദിയിൽ വണ്ടി ഓടിച്ചിട്ട് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല അനുഭവം കിട്ടിയ ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. നമ്മളൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് ജുബൈയിൽ. നോക്കിയിട്ട് ഈ തണുത്ത സമയത്ത് ഇത്രയും ആൾക്കാർ നമ്മൾ കാണാൻ വേണ്ടി വന്നു. വലിയൊരു കാര്യമുള്ളത്. ഗ്രൂപ്പായിട്ട് എന്നാൽ ഈ തണുപ്പിന് ഇത്ര ആൾക്കാർ ഇവിടെ ഞാൻ വിചാരിച്ചു. പക്ഷെ 1-2 ആൾക്കാർ ചിലപ്പം വരുമായിരിക്കും. How many days you stayed in Dubai? I think I came here last week. 5 days or 4 days maybe. Go back to Istanbul. Thank you. Oh, thank you. Okay. Tamil എവിടെയാണ്? Sorry. ഓക്കെ. അപ്പോൾ നമ്മളെ UAE ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ ഞാനിപ്പോൾ 100 ദിവസമായി ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ജുബൈലാണുള്ളത്. ജുബൈൽ ഈ തണുപ്പ് ഭയങ്കര തണുപ്പാണ്. എന്നിട്ടും ഒരു ഉച്ചയ്ക്ക് സ്റ്റോറി ഇട്ട് ഇത്രയും ആൾക്കാർ നമ്മൾ ഓളെ കാണാൻ വേണ്ടി വന്ന് ഭയങ്കര സന്തോഷം. എവിടെ പോയാലും നമ്മളെ ഇന്ത്യക്കാർ തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, ഭയങ്കര എടുത്തു പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അങ്ങനെ നമ്മുടെ യാത്രേൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ജുബൈലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓളെ ഇനി ഇവിടുന്ന് സൗദി വിടാൻ പോവാണ്, നമ്മൾ അടുത്ത രാജ്യമായി കുവൈത്തിലേക്ക്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഇനിയും ഇതുപോലെ എന്നെപ്പോലെ കുറേ ആളുകൾ ഇനി ഇന്ത്യയിൽ നിന്ന് വണ്ടി കൊണ്ട് വരും. അവരെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ വണ്ടിയൊക്കെ വെക്കണം. ഇത് മുഹമ്മദ് തമ്മിയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ജുബൈൽ ഇവിടെ ഒരു എന്താ പറയണ്ട മീറ്റപ്പ് വെച്ചിട്ടില്ലേ? ഞാൻ വിശ്വസിക്കില്ല. മൂപ്പര് വന്നത് റിയാദിൽ നിന്നാണ്. ഏകദേശം 5-6 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ച് അങ്ങനെ പോകും. ഇന്ന് ശനിയാഴ്ച സാറ്റർഡേ ഞാൻ കണക്ക് ശരിക്കും വിശ്വാസം വരുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമോ? എവിടെ നാട്ടിൽ വരിക? എന്തുകൊണ്ടാ റിയാദിൽ നിന്ന് ഇവിടെ വന്നേ? ഇതാക്കുന്നതല്ലേ, ട്രാവലിംഗ് അല്ലേ. ഞാൻ നിങ്ങളടുത്ത് റിയാദിലുണ്ടാവും എത്ര മെസ്സേജ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്നും എടുത്തില്ല. ഞാൻ എന്താ ചെയ്യട്ടെ? ഞാൻ വിശ്വസിക്കൂല. ഇത്ര ദൂരത്ത് ഒരാൾ വന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകണ്ടേ? കൈയും കാലം വേനെടുക്കൂല വണ്ടി ഓടിച്ചാല്. ഒന്നും വന്നില്ല. ബാംഗ്ലൂര്. ശരിക്കും ഞാൻ നെട്ടിപ്പോയിട്ട് ഞാൻ വിചാരിച്ചു ഇവൻ വെറുതെ like you itself, you are traveling, right? Even I want to be like you. 600 കിലോമീറ്റർ ഒന്നുമല്ല. It's a very big fanboy moment. इसलिए हम जाते हैं ना. नहीं वो बच्चे छोटे रहते हैं ना, मुश्किल है. रात को कुछ हो गया तो अकेला हो बंदा मुश्किल ओके.
अफगानिस्तान जाती, യെസ് ताजिकिस्तान जाती, അങ്ങോട്ട് നോക്കണം. पाकिस्तान जाती, फिर कजाकिस्तान जाती, फिर चाइना जाती, फिर नेपाल जाती. ഓക്കെ 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 താങ്ക് യു താങ്ക് യു. Good, brave. Thank you. This is your last destination? This is Saudi is my last destination. I will go Kuwait in my coming days. അപ്പം നമ്മളിതാ ജുബൈൽ വിടാൻ പോകുന്ന. അപ്പോൾ ജുബൈൽ എനിക്ക് രണ്ടാളുടെ ഭയങ്കര തണുപ്പാടില്ല. ഞാൻ അവിടെ വന്ന മുതലേ റിവ്യൂ ഓക്കെ, ഞാൻ അവിടെ വന്ന മുതലേ ഫുള്ള് ഇവിടുത്തെ എൻ്റെ എല്ലാ സംഭവങ്ങളും ശരിയാക്കുന്നത് ഇവർ രണ്ടാളാണ്. ഇത് യാസിർ, ഇത് അനൂപ്. നിലമ്പൂർ. ഓക്കെ യാസർ വാൽക്കണ്ടി ഫ്രം. ഓക്കെ, അപ്പൊ ഈ രണ്ടാളും ഇവിടെ വർക്ക് ചെയ്യുന്നു? രണ്ടാളും ജുബൈലാണ്. ആ ഓക്കെ. ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വന്നിട്ട്, കാരണം ജുബൈൽ എനിക്ക് വലിയ പിടുത്തം. ഞാൻ റബിൻ്റെ വീട്ടിൽ താമസിക്കലും ചെയ്തത്. പക്ഷേ ഇവരാണ് നമ്മളന്ന് പോയ സ്കൂളിലും ഇവിടുത്തെ കുറേ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം ഇവർ രണ്ടാളോടും എന്താ പറയണ്ടേ, ശരിക്കും ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും വലിയ അറ്റാച്ച്മെൻറ്റ് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എല്ലായിടത്തും ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇവർ രണ്ടാളും എൻ്റെ ശരിക്കും നല്ല ബ്രദേഴ്സിനെ പോലെ ഇത്രയും ദിവസം എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ UAE ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് ജുബൈൽ. അതായത് നമ്മൾ ഏകദേശം 22 എപ്പിസോഡ് നമ്മൾ സൗദിയിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജുബൈൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത രാജ്യം കുവൈത്താണ്. അപ്പോൾ ഇന്നൊരു മീറ്റപ്പെല്ലാം വെച്ച് കുറേ ആൾക്കാർ വന്നു. ഞാൻ വിചാരിച്ചു ഈ തണുപ്പത്താകെ 1-2 ആൾക്കാർ വരാം. എന്നിട്ട് പിന്നെയും കുറേ ഫാമിലീസ് വന്ന്, ചെറിയ കുഞ്ഞുങ്ങളായിട്ട് കുറേ ആൾക്കാർ വന്ന്. റിയാദിൽ നിന്ന് വരെ നമ്മളെ തമീമിനെ പോലെ കുറേ ആൾക്കാർ. പിന്നെ മലയാളികൾ മാത്രമല്ല, കർണാടകയിൽ നിന്നും മറ്റേ ഇന്ത്യൻ്റെ പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ഭയങ്കര സന്തോഷം. കാരണം ഈ യാത്രയെ അതുപോലെ തന്നെ എൻ്റെ ഓളയും ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ നമ്മളെ ജുബൈയിലെ ലാസ്റ്റ് എപ്പിസോഡ് ഇത്. അപ്പോൾ ഇനി നമ്മൾ ജുബൈൽ സൗദി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത രാജ്യമായ കുവൈത്തിലേക്ക്.